ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇപ്പം മഹതി വിളിക്കാൻ സമയമായി. അപ്പം മേതക്കൂടി റെഡിയായി നിൽക്കുക പോകാൻ വേണ്ടിയിട്ടേ. അപ്പം ബസ് ഇപ്പം 4:15 കഴിയുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പം അതിനു മുമ്പ് അവൾക്ക് ശരിക്കും കടലേക്ക് കൊടുത്തു. അപ്പോൾ അവൾക്കത് ഇഷ്ടം ഇങ്ങനെ പെറുക്കി തിന്നാൻ. അപ്പോൾ അതിൻ്റെ പുറകെ അവളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്ത് കൊടുത്താലും താഴോട്ട് ഇടുന്ന സ്വഭാവമുണ്ട് പുള്ളിക്കാരിക്ക്. കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് തറയിലോട്ട് അങ്ങ് ഇടും. പിന്നെ അവിടെ നിന്ന് പിന്നെ പിറക്കിക്കൊണ്ടിരിക്കും. അപ്പം ചില സമയത്ത് കാണിക്കുന്ന കുസൃതിയാണ് കേട്ടോ. തലയും കുത്തി മറന്ന സ്വഭാവമൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് യോഗ ചെയ്യുക. മഹതി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാനും അവൾ തന്നെയുള്ളൂ. അപ്പം ആ ചെരുപ്പൊക്കെ കിടക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, അത് മിക്കവാറും എടുത്ത് താഴോട്ടെല്ലാം കൊണ്ട് ഇടുന്ന സ്വഭാവമുണ്ട്. എന്ത് കിട്ടിയാലും തന്നെ താഴെ കൊണ്ടിടും. അപ്പം ഞാനത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പം കണ്ടോ, എടുത്തെറിയുന്നുണ്ടോ ഇനിയിപ്പോൾ താഴെ പോയി ഞാൻ പറക്കണം. എടുത്തുകൊണ്ട് കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്തും എടുത്തുകൊണ്ട് താഴെ ഇടാൻ വേണ്ടി പോവാം. ഇനിയിപ്പോൾ മഹതിയെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ ശേഷമാണ് എനിക്കെല്ലാം പോയി എടുക്കാൻ താഴെ പോയി. എല്ലാ സാധനം താഴെയുണ്ട്. ഒരു ചെരുപ്പ് മാത്രം എല്ലാ ചെരുപ്പും കൊണ്ട് താഴെ ഇടുന്ന ഇപ്പം കള്ളത്തരം കാണിച്ചിട്ട് അടുത്ത് ഇടാൻ പോവാം. ഒക്കെ ഇടുന്ന സാധനങ്ങളാണ് ഫുള്ളും ഈ സൈഡ് ഫുള്ളും. അവളുടെ ചെരുപ്പ് തന്നെയാണ് ഫുള്ളും അവിടെ. ആരെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു സാധനത്തൊക്കെ ഇട്ടുണ്ടോ? ഞാൻ ചൂലെടുക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്ന് തൂക്കാൻ വേണ്ടി, മുറ്റം തൂക്കാൻ വേണ്ടി. അപ്പം അവളത് ഞാൻ ഇവിടെ കാപ്പി പിടിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ പോലും കാണാതെ അവൾ പോയി എടുത്തുകൊണ്ട് പോയി കാണിക്കുന്ന പരിപാടിയാണ്. ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റത്തില്ല. എന്ത് കിട്ടിയാലും പുള്ളിക്കാരിക്ക് ഒരു ഹോബിയാണ്. ഒന്നെങ്കിൽ താഴോട്ട് ഇടും, അല്ലെങ്കിൽ അവിടെ പോയി പെറുക്കിക്കൊണ്ട് വരും. ൂരി മേടിച്ചൊക്കെ അല്ലെങ്കിൽ ഈർക്കരി ഒന്നും കാണത്തില്ല. എല്ലാം പുള്ളിക്കാരി എടുത്ത് താഴോട്ടിടും. അപ്പം ഞങ്ങൾ ചേച്ചിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. പൂച്ചക്കുഞ്ഞിന് പോലും സ്വാതന്ത്ര്യമില്ല കേട്ടോ. കയറി വരുന്ന സമയത്ത് പൂച്ചക്കുഞ്ഞിനോട് വഴക്കാം. മേതയെ പേടിച്ചാൽ മാതിരി അടി ഓടിപ്പോയതാണ്. അങ്ങനെ മഹതിക്കുട്ടിയുടെ ബസ് വന്നു കേട്ടോ. മഹതിക്കുട്ടിയുടെ ബസ് എത്തി കേട്ടോ. ഞാൻ പോയി അവളെ ഇനി ഇറക്കട്ടെ. കോഴിയെ കണ്ടിട്ട് പയ്യെ എൻ്റെ കയ്യിൽ നിന്ന് ചേച്ചിയെ പിടിച്ചിറങ്ങും കേട്ടോ. പിന്നെ എന്നെ നമുക്ക് വേണ്ട, പിന്നെ ചേച്ചി പിടിച്ചുകൊണ്ട് ഇറങ്ങണം. അങ്ങനെ വീട്ടിൽ എത്തിൻ്റെ ഒരു സന്തോഷം കേട്ടോ രണ്ടുപേർക്കും. ഇനിയിപ്പോൾ കളിക്കാനൊക്കെ ചേച്ചി വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം പുള്ളിക്കാരി. അടുത്ത ഷൂവും കൂടെ പുള്ളിക്കാരി കൊണ്ട് ഇട്ടു താഴെ. ഞാൻ പറക്കാനേ എനിക്കിപ്പോൾ നേരമുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല മഴയ്ക്കുള്ള സാധ്യത കേട്ടോ. അപ്പോൾ ഇത്ര നേരം നല്ല ക്ലൈമറ്റായിരുന്നു. ഇപ്പോൾ ഇനി നല്ലൊരു മഴയ്ക്ക് വേണമുള്ള സാധ്യത, അതിൻ്റെ നല്ല മൂഡിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.